പച്ച പിടിച്ച ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷോറൂം കാണിക്കുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ. എല്ലാവർക്കും സ്റ്റാർ ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ് കേട്ടോ. ഇവിടെ ടാറ്റയുടെ ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പച്ച പിടിച്ച ഒരു ഷോറൂം. ടാറ്റയുടെ പഴയ ഷോറൂമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നീല കളറാണ് വരുന്നത്. നീലയും ഒരു ഗ്രേ കളറും കൂടെ ഉള്ള ഒരു കളർ കോമ്പിനേഷനാണ് അവരുടെ ഒട്ടുമിക്ക ഷോറൂംസ് എല്ലാം ഉള്ളത്. അപ്പോൾ EVക്ക് വേണ്ടിയിട്ട് അവർ സ്പെസിഫൈഡ് ചെയ്ത് ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എടപ്പള്ളിയിലുമുണ്ട്, കളമശ്ശേരിയിലുണ്ട്. കേരളത്തിൽ ഈ രണ്ടിടത്ത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവർ തൃശ്ശൂർ, കാലിക്കറ്റ്, മലപ്പുറം അവിടെയൊക്കെ തുടങ്ങും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമുക്കിത് മെട്രോ പില്ലർ 137 തൊട്ട് അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റോർ. അതിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇത് രണ്ടാമത്തെ സ്ഥലത്താണ്. ആദ്യം ഗുഡ്ഗാവൺ. ഗുഡ്ഗാവണിൽ അവിടെ 2 ഷോറൂമുകളുണ്ട്. അതിനുശേഷം ഇവിടെ കേരളത്തിലാണ് ഈ ഒരു ഷോറൂം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഏകദേശം എന്തുകൊണ്ടാണ് കേരളത്തിലായിട്ട് ഈ ഒരു രണ്ടാമത്തെ ഷോറൂം ശൃംഖല തുടങ്ങാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഉത്തരം വളരെ മനോഹരമായ ഉത്തരമാണ്. കാരണം മലയാളികളാണ് എപ്പോഴും പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പ്രിയങ്കരനായ ആളുകൾ, പ്രിയങ്കരനായ വ്യക്തികൾ മലയാളികളാണെന്നാണ് അവർ പറയുന്നത്. കാരണം മലയാളികൾ എപ്പോഴും എന്ത് കാര്യത്തിനെ പെട്ടെന്ന് സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിനെയും സ്വീകരിക്കും. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളുടെ EVയുടെ മാർക്കറ്റ് ഷെയറും കേരളത്തിലെ മാർക്കറ്റ് ഷെയറുമാണ് അതിൻ്റെ കാരണം. ഓൾ ഓവർ ഇന്ത്യയിൽ അവരുടെ മാർക്കറ്റ് ഷെയർ വരുമ്പോഴത്തേക്ക് ഏകദേശം 67% മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ EVയിലെ മാർക്കറ്റ് ഷെയർ നോക്കുമ്പോൾ ഏകദേശം 74%. അതുതന്നെയാണ് ഇവരെ ഉടൻ തന്നെ കേരളത്തിൽ അവരുടെ ഷോറൂമുകൾ, അതായത് EVക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവായുള്ള ഷോറൂമുകൾ തുറക്കാനുള്ള ഒരു കാരണം. കാരണം ഇവിടെ കൂടുതൽ ആളുകൾ EV വാഹനങ്ങൾ വാങ്ങിക്കുന്നു. അതിലും കൂടുതൽ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് ടാറ്റയുടെ വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഷോറൂം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോറൂം ഏകദേശം 6100 സ്ക്വയർ ഫീറ്റോളമുള്ള വലിയൊരു ഷോറൂമാണ്. ഉടൻ തന്നെ ഇവിടെ സർവീസ് ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളുമൊക്കെ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുകളിൽ ആ ഒരു ഗ്രേ കളർ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പച്ച നിറത്തിലുള്ള ആ ഒരു വർക്ക് നമുക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പോസ്റ്റ് നോക്കി, അവിടെ ടാറ്റയുടെ നേരത്തെയുള്ള ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള ഒരു ബാഡ്ജിങ് മാറി മുകളിൽ ടാറ്റ.EV എന്നായിരിക്കുന്നു. കളമശ്ശേരി ഷോറൂം ആൻഡ് ചാർജിങ് അതുകൂടെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, കമ്മ്യൂണിറ്റി, ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇത് ഇത്രയും കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു ഷോറൂം പ്രവർത്തിക്കാൻ പോവുക എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൂവിങ് ടുവേഴ്സ് എ ബെറ്റർ ഫ്യൂച്ചർ, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് പോകാം എന്നാണ് ടാറ്റ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്കൊന്നും വാഴയും കൊലയും ഒന്നും എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും കൊള്ളാം, ആ ഒരു വെൽക്കം ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. പിന്നെ ഓണം അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഓണപ്പൂക്കളുമൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷോറൂമിനകത്തേക്ക് നമുക്ക് കയറാം. സാധാരണ ടാറ്റയുടെ ഷോറൂമിനകത്തേക്ക് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ, കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ട് ആ ഒരു EV ഷോറൂം അല്ലേ, നേച്ചർ ഫ്രണ്ട്ലി ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെടി ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ടൈൽസ് ഇവിടെ ഇതെല്ലാം റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഷോറൂമിനെ മൊത്തത്തിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കർവ് EV, പുത്തൻ നമ്മുടെ കർവ് EV ഈ ഒരു ഭാഗത്തായിട്ട് ഇവരെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെടികൾ ധാരാളമായിട്ട് നമ്മൾക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം ചെടികൾ വെച്ചൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്ന് ഷോറൂമിനുള്ളിൽ നല്ല ഓക്സിജനും നല്ല കാര്യങ്ങളൊക്കെ കിട്ടും. സൂര്യ വെളിച്ചം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസ് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് മുമ്പിൽ നമ്മൾ കണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലൂ ടോക്കോ എന്ന് പറഞ്ഞൊരു ഒരു കോഫി റോസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും അങ്ങനെയുള്ള കോഫിയൊക്കെ ഇനി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇത്തിരി പ്രീമിയം ലെവലിൽ തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നുകൊണ്ട് നമുക്കിനി അപ്പുറത്തേക്ക് പോകാം. ഇനി ഇവിടുത്തെ ലൈറ്റിംഗ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് പൂർണ്ണമായിട്ടും LED ലൈറ്റ്സ് ആണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. നോർമലുള്ള ബൾബുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പൂർണ്ണമായിട്ടും LED ലൈറ്റ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സീലിംഗ് വർക്കുകൾ നോക്കി, ആ ലൈറ്റുകൾ നോക്കി വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അല്ലേ. ഇനി നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ബ്രാൻഡിങ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ആ ഒരു ബ്രാൻഡിങ് വാളുള്ളത്. അവിടെ വെൽക്കം കൊച്ചി, ഇറ്റ്സ് ടൈം, പവർ അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു TVയിൽ ഇപ്പോൾ ഇവർ ഷോക്കേസ് ചെയ്യുന്ന ഇവരുടെ പ്രോഡക്ട്സും ആ ഒരു കാര്യത്തിൻ്റെ ബ്രാൻഡിങ് വീഡിയോസ് മാത്രമായിരിക്കും ഈ ഒരു വാളിൽ ഇവർ ഷോക്കേസ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വുഡ് ഡിസൈൻ വർക്ക് തന്നെ നോക്കിയും അത് ആ ഒരു EV സ്റ്റോറും അല്ലെ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനും ഈ ഒരു കൺസെപ്റ്റും ഒക്കെ വരുന്നത്. ഇതിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ട്
നമ്മൾ നോക്കി ഒരു മ്യൂറൽ വർക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കൾച്ചറും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കൊച്ചി എന്താണെന്നും എക്സ്പ്ലോർ വിത്ത് ഇവോൾവ് ആ ഒരു കൊച്ചിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എവിടൊക്കെയാണ് ഷോറൂംസ്, കളമശ്ശേരിയിൽ, എടപ്പള്ളിയിൽ, പിന്നെ നമ്മുടെ മംഗളപുരം ഹിൽ പാലസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മറൈൻ ഡ്രൈവ്, അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വർക്കാണ് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വേണ്ടിയിട്ട്. ഇനി ഇവിടെ ഒരു കോൺഫിഗറേറ്റർ വാൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ വാഹനം എങ്ങനെ വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അവിടെ നമുക്ക് കർവ് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഈ പെന്നൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സാധനങ്ങൾ തോണ്ടിക്കളിക്കാം കേട്ടോ. തോണ്ടിക്കളിക്കുകയല്ല, കൃത്യമായിട്ടും വാഹനം എന്താണെന്നും വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു കോൺഫിഗറേറ്റർ വാൾ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വണ്ടി നമുക്ക് 360 കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 360 കാണാൻ പറ്റും. ഇതിനകത്ത് എയറോഡൈനാമിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എയറോഡൈനാമിക്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേഴ്സണലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളർ കോമ്പിനേഷൻസ് ഇപ്പം വരുന്ന കളർ കോമ്പിനേഷൻസ് ഈ ഒരു കളറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ വണ്ടി എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോ കളർ കോമ്പിനേഷൻസ് നോക്കിയേ. ഇനി അതിനുശേഷം അഡാസിൻ്റെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാസിൻ്റെ ക്യാമറകൾ എവിടെയൊക്കെ വരുന്നു. ഇവിടെ 1, 2, 3, 4, 5 ക്യാമറകൾ, ഇവിടെ സെൻസേഴ്സ് വരുന്നു. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാം. ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, 20 എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈവ് മോഡിൽ എന്തൊക്കെയാണ് അഡാസ് വരുമ്പോൾ സംഭവിക്കുന്നത്, ലൈൻ ട്രാക്കിങ്, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും ഇതിനകത്ത് വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കൂടാതെ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കുകയാണ്, ഇപ്പോൾ നെക്സോൺ EV നമുക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു 1 സെക്കൻഡ് നമ്മുടെ ഈ വാഹനം ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതിൻ്റെ പ്രൈസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻറ്റീരിയറിനകത്ത് വേറെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന വാഹനം ഇതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണണം. ഇൻറ്റീരിയർ കാണണമെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ നമുക്ക് 360 കാണാനായിട്ട് പറ്റും. ഒപ്പം തന്നെ പുറകുവശത്ത് ഇരുന്നുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇവിടെ ഷോറൂമിൽ വണ്ടിയുണ്ട്, നമുക്ക് നേരിട്ട് കാണാം. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാം. പിന്നെ സമ്മറി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഷോറൂം പ്രൈസ് എന്താണ്, ഇത് നമുക്ക് സേവ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇത് സേവ് ചെയ്തിട്ട് ഇവിടെ ഒരു QR കോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് എടുക്കാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നത് നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്തായാലും സംഗതി കൊള്ളാം. ഈ ഒരു ടച്ച് സെൻസിറ്റീവായുള്ള ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സിസ്റ്റം. എന്തായാലും കുറേ പേനയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വാഹനത്തിൻ്റെ കളേഴ്സ് ഏതൊക്കെ കളേഴ്സിലാണ് വാഹനം വരുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പെയിൻറ്റ് ക്വാളിറ്റി കൃത്യമായിട്ടും ഇതിനകത്ത് ഇവർ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വാളിലായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ മുകളിലേക്കും ഈ ഒരു ഭാഗത്തേക്കുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചെടികളാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഒറിജിനൽ ചെടികൾ തന്നെയാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്തരം ടേബിളുകൾ, ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളിലും മറ്റുമൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് റീസൈക്കിളായിട്ട് വന്ന പ്ലാസ്റ്റിക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് യുവർ വേ tata.ev കളമശ്ശേരി, അവിടേക്ക് വരാനുള്ള ഒരു QR കോഡും കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാ ടേബിളുകളിലും ഇങ്ങനെ ഈ സാധനം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഇരിക്കുന്ന സോഫകളും മറ്റു കാര്യങ്ങളും എല്ലാം അത്തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഏകദേശം ഇതിനുള്ളിൽ 5ഓളം വാഹനങ്ങളാണ് ഈ ഒരു ഷോറൂമിനുള്ളിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. 60 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ഈ ഷോറൂമിനകത്ത് എനിക്ക് തോന്നിയത് ഈ ഒരു വാളിലാണ് കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു വാളിലുണ്ട്. നമുക്ക് എന്താ നോക്കാം. ഇതിനെ ടാറ്റ വിളിക്കുന്നത് ഈ ഒരു വാളിനെ ചാർജിങ് വാൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ചാർജിങ് വാളിൽ ഇവിടെ ഒരു സ്ക്രീനുണ്ട്. നമ്മളൊരു EV വാഹനമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഒന്ന്, പ്ലാൻ യുവർ ട്രിപ്പ്. 2, ചെക്ക് യുവർ സേവിങ്സ്. നമ്മൾ EV വാഹനമായിട്ട് എങ്ങോട്ടേലും ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് കൊച്ചി ഒന്ന് വെയിറ്റ് ചെയ്യണം, അത്രയും സ്പീഡില്ല. നമ്മുടെ ഫോണിലൊന്നും അത്രയും കൊണ്ട് സ്പീഡില്ല. പക്ഷേ എങ്കിലും കൃത്യമായിട്ടും കാര്യങ്ങൾ വരും. കൊച്ചി കേരള. നമ്മളിവിടെ നിന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം കേട്ടോ. നമുക്ക് തിരുവനന്തപുരം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. തിരുവനന്തപുരം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി എത്ര ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇതൊക്കെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര മണിക്കൂറാണ്,
ടോട്ടൽ ചാർജസ് നിയർ ബൈ 39 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് ചാർജ് എത്ര രൂപ വരും എന്നുള്ള കാര്യം കൃത്യമാണ്. അതെന്തായാലും നല്ലൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ 227 രൂപയാണ് നമുക്ക് അതിനുള്ള കോസ്റ്റ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു കോസ്റ്റ് നമുക്ക് കൃത്യമായിട്ടും അത് എന്തായാലും ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഉപകാരപ്രദമാകും. ഇനി അടുത്തൊരു കാര്യമുണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്തടുത്തേക്ക് പോകാം. ചെക്ക് യുവർ സേവിങ്സ്. ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോകൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ കാര്യം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഇതാണെന്ന് പറയും. കാരണം എന്തിന് EV വാഹനം എടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. പലരെയും മെസ്സേജസ് കിട്ടാറുണ്ട്, എനിക്കൊരു EV വാഹനം എടുക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എടുക്കട്ടെ, എനിക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോ വാഹനം വാങ്ങിക്കുമ്പോഴും തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടാകണം. പെട്രോൾ വാഹനം മേടിക്കുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം, ഡീസൽ വാഹനം മേടിക്കുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. അപ്പോൾ EV വാഹനം വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ സിറ്റിയിലെ ഫ്യുവൽ കോസ്റ്റ് എത്രയാണെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഡീസൽ വാഹനം ഉപയോഗിക്കുക അല്ലെ പെട്രോൾ വാഹനം ഉപയോഗിക്കാൻ 105 ആണെന്ന് തോന്നുന്നു പെട്രോളിൻ്റെ പ്രൈസ്, അല്ലെ 104. നമ്മൾ ഒരു ദിവസം ആവറേജ്, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വാഹനം എന്തിനു വാങ്ങിക്കാൻ നമ്മുടെ ആവറേജ് ഡെയിലി കിലോമീറ്റേഴ്സ് നമ്മൾ നോക്കണം. ഒരു ദിവസം 50 കിലോമീറ്റർ ഉപയോഗിക്കുന്ന അല്ലെ മാത്രം ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആളുടെ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്യൂൽ കോസ്റ്റ് സേവിങ്സ് ഒരു അടുത്ത 5 വർഷത്തേക്ക് ഏകദേശം 4,98,000 രൂപ അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 13.22 മില്യൺ ഗ്രാംസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അത് ഈക്വലൻ്റ് ടു 2 ഇയേഴ്സ് ഓഫ് സ്ട്രീമിംഗ് ഷോസ് ഓൺലൈൻ ഫോർ 5 hours. എല്ലാ ദിവസവും 5 മണിക്കൂർ വീതം ഓൺലൈൻ സ്ട്രീം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഡാറ്റ പറയുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ട് ഈ കാൽക്കുലേഷൻസ്, ഈ ഒരു സേവിങ്സ് നമ്മളെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് ഈ ഒരു കാൽക്കുലേറ്റർ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടാറ്റയുടെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഭാഗത്ത് 60 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഭാഗത്തായിട്ട് ഇവരുടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എടുത്ത് കാണേണ്ടത് ഇവിടുത്തെ ആക്സസറീസ് കേട്ടോ. അപ്പോൾ ആക്സസറീസിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇതാ ഈ ഒരു ഭാഗത്താണ്. യുവർ സ്റ്റൈൽ യുവർ വേ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാറ്റ EVക്ക് വേണ്ടിയുള്ള മാക്സിമം ആക്സസറീസ് ആണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയട്ടെ, പച്ച പിടിച്ചെന്ന് പറഞ്ഞല്ലോ, പച്ച പിടിച്ചിട്ടുള്ളതാ ടാറ്റയുടെ പച്ച പിടിച്ച കുട, പച്ച പിടിച്ച ടാറ്റയുടെ .EV കുടയും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ആക്സസറീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഐഡോൾസ്, നമ്മളുടെ വാഹനത്തിനകത്ത് വെക്കേണ്ട ഐഡോൾസ് ഇവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ബൾബുകൾ, അതേപോലെ തന്നെ കീ ചെയിനല്ല കീ കവർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ട ആക്സസറീസ് എല്ലാം EVക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ആക്സസറീസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ടയർ ഇൻഫ്ലേറ്റർ ആണെന്ന് തോന്നുന്നു, അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഗ്ലോ പങ്കുമായിട്ട് ചേർന്നിട്ട് ഇവർക്ക് എന്തോ സംഭവം ഉണ്ടല്ലോ. ഗ്ലോ പങ്കിൻ്റെ ആണല്ലോ ഈ സാധനമെല്ലാം. ഗ്ലോ പങ്ക് ടാറ്റയുടെ ആണോ എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്നവരുണ്ടായിരുന്നു കമൻറ്റിൽ പറയണം കേട്ടോ. എന്തായാലും ഇത് നമ്മുടെ വാക്വം ക്ലീനറാണ്. അപ്പോൾ ഇതാ ടാറ്റ.EV കർഷക എക്സ്പീരിയൻസ് ബിയോണ്ട് ദ മൂവ്മെൻറ്റ് ടാറ്റയുടെ അവരുടെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കാണ്. എന്തായാലും ഇവിടെ കുറച്ച് ചെടികളും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ചെടികളാണ് കേട്ടോ. ഒരുപാട് ചെടി, സാധാരണ ടാറ്റയുടെ ഷോറൂമുകളിൽ കാണാത്ത പോലെ തന്നെ നിറയെ ചെടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വേറെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ജെനുവിൻ ടെസ്റ്റിമോണിയൽസ് ആണ്. അതായത് കസ്റ്റമർ വാങ്ങിച്ച കസ്റ്റമേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവരുടെ വിത്ത് ഫോട്ടോ സഹിതമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജെനുവിനാണ് എന്നാണ്, ജെനുവിനായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ ടാറ്റ ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കസ്റ്റമർ ഡേറ്റാബേസ് കൃത്യമായിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ടാറ്റയുടെ വാഹനങ്ങൾ വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നതും മാർക്കറ്റ് ഷെയർ ഇവിടെ എന്തായാലും ഇത്രത്തോളം കൂടി വരുന്നതും. എന്തായാലും ടാറ്റയുടെ പുത്തൻ EV ഷോറൂം അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും 6000 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. എന്തായാലും മൊത്തത്തിൽ കാണാൻ നല്ലൊരു ആനച്ചന്തം തന്നെയുണ്ട് ഈ ഒരു ഷോറൂം കാണാനായിട്ട്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ കാര്യങ്ങളോ അല്ലെ വാഹനങ്ങൾ EV വാഹനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, നമ്പർ എടുക്കുക, വിളിക്കുക, നിങ്ങളുടെ ഡെയിലികൾ ഉറപ്പാക്കാം. എന്തായാലും ഈ ഒരു ഷോറൂം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് പറയണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വിധമായ പിശകും വിചാരിക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.